ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. 4 മണി ടൈമിൽ ചായക്കൊപ്പം ഒന്നുമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 2 കപ്പ് വെളുത്ത അവിലെടുത്ത് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അവിലിൽ നമുക്കറിയാമല്ലോ, വെള്ളം ഒഴിച്ച ഉടനെ തന്നെ അത് കുതിർന്ന് കിട്ടിക്കോളും. അവിലെല്ലാം നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കടലമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കടലപ്പൊടി ഉണ്ടല്ലോ, അത് ഒരു 1/2 കപ്പോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അവിലിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് ഇതിലേക്ക്. അപ്പോൾ ആദ്യം എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനൊരു 1-1.5 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ടിക്കെടുക്കണം കേട്ടോ. മാവെല്ലാം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ പാൻ വെച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ ഓരോന്ന് ഇതുപോലെ ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ഉഴുന്നുവടയുടെ ചെറുതാക്കിയിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മളിത് ഉണ്ടാക്കി കുറച്ച് ടൈം എടുക്കും കേട്ടോ. ചെറിയ തീയിലാണിത് വേവിക്കേണ്ടത്. പെട്ടെന്നൊന്നും ഇത് മറിച്ചിടാൻ ശ്രമിക്കരുത്, കാരണം ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിത് ആ മാവ് 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. ഇത് ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഒരു ഗോൾഡൻ കളറൊക്കെയാണ്, അടിപൊളിയാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെയാണ്. അപ്പം നമ്മുടെ അവൽ വട അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്രിസ്പിയാണ് കേട്ടോ ഇത്. കുറേ ടൈം ഇത് ക്രിസ്പി ആയിട്ട് ഇരിക്കും. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കഴിക്കാത്തവരുണ്ടാവുമല്ലോ, അപ്പോൾ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കഴിച്ചവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വടയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.